കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സൈഡിൽ വേറൊരു പയ്യൻ വന്നിരുന്നു, നല്ല സുമുഖനായ ഒരു പയ്യൻ, നല്ല സുന്ദരൻ. അവൻ വന്ന് എൻ്റെ അടുത്തിരുന്നു മാന്യമായിട്ട്. ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, മൊബൈലില്ല. അപ്പം ഞാൻ ഓർത്ത് ഈ വന്ന കാലത്ത് മൊബൈലില്ലാത്ത ചെറുപ്പക്കാരനോ. ഇവൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇവനൊരു പുസ്തകം എടുത്ത് ഇങ്ങനെ വായിച്ചു. എനിക്ക് എപ്പോഴും തോന്നി എന്തോ PSC ടെസ്റ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പനിയിൽ ഇൻ്റർവ്യൂവിനെ കാണാൻ പോകുന്ന വ്യക്തിയായിരിക്കും. ഇദ്ദേഹം ഇങ്ങനെ വായിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ വായിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ പുറകോട്ട് ചാരിയിട്ട് ഈ പുസ്തകം എൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചു. ഞാൻ ആ പുസ്തകത്തിലോട്ട് നോക്കുമ്പോൾ മോട്ടിവേഷൻ്റെ ഒരു പുസ്തകമാണ്. നിങ്ങൾ പരാജിതനാകല്ലെന്നാണ് എൻ്റെ ഹെഡ്ലൈൻ, എൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പരാജിതനാകല്ല. എന്നിട്ട് ഒരാളുടെ പടമുണ്ട്. അതെ, ഞാൻ നല്ല പയ്യനാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണമല്ലോ. കൊച്ചു പുസ്തകമാണെങ്കിലും മറ്റേ കൊച്ചു പുസ്തകമല്ലല്ലോ ഇവൻ്റെ കയ്യിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ വായിക്കുന്നു. ഇരിക്കുന്ന ഈ പയ്യൻ ആരെ ശ്രദ്ധിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, വീട് വലിക്കുന്നില്ല, ഒന്നുമില്ല, ഭക്ഷണം ഒന്നും കഴിക്കാതെ ഈ പയ്യൻ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ രാത്രി കൊങ്കൺ റെയിൽവേയുടെ ഗുഹ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കൊങ്കൺ റെയിൽവേയുടെ ഗുഹ അങ്ങോട്ട് കയറി ഇരുട്ടായി പോയില്ലേ. കൂടാ എന്നുണ്ട് 1/2 മണിക്കൂർ ഗുഹയ്ക്കത്ര സഞ്ചരിക്കും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കിപ്പോണ്ടല്ലോ, ഈ അമരീഷ് പുരി ഉണ്ടല്ലോ എങ്ങനെ നിന്നെന്നറിയാമോ? അമ്പയെ പിടിച്ചോണ്ട് നിൽക്കുക, പെണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ട്. ഇരുട്ട് സമയമില്ല അന്നേരം, വെട്ടം വന്നപ്പോൾ നിൽക്കുക അമരീഷ് പുരി ഇങ്ങനെ, വേറെ ആരും തൊടല്ല ഭാര്യയെ. അങ്ങനെ രാത്രിയായി. അമരീഷ് പുരിയൊക്കെ ഉറങ്ങാനുള്ള പരിപാടി നോക്കുക. രാത്രിയായിട്ട് പുസ്തകം വായിച്ചുകൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ചാറൊക്കെ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ചക്കക്കുരും ചക്കയൊക്കെ ഉണ്ട്, അതും ആൾക്കാർക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അമരീഷ് പുരി ഈ പെണ്ണിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്ന പോലെ പൊതിഞ്ഞ് ഇതിലിട്ടിട്ട് 2 ബെർത്തായിരുന്നു ഇവർക്ക്. ഒരു ബെർത്ത് 2 പേരും കിടക്കുക. രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നോക്കുന്നത് അമരീഷ് പുരി ഉറങ്ങുമല്ല, ഇതിൻ്റെ ഓട്ടയ്ക്കകത്തോടെ എല്ലാവരും നോക്കുക, ഇവിടെ ആക്രമിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഞാനോർത്ത് ഇവൻ എന്തോ മനുഷ്യനാണോ ഇത്. അങ്ങനെ ആയി കഴിഞ്ഞപ്പം നേരം വെളുത്തു. ട്രെയിനേക്കാളിലും വലിയൊരു ഒച്ച കേൾക്കാം. ട്രെയിൻ എവിടെ ചെന്നറിയാം, നമ്മുടെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടുന്ന് 160 കിലോമീറ്റർ വേണം എനിക്ക് പോകാനൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ എന്തുവാ, ഇവൻ നിലവിളിക്കുക, പെണ്ണിനെ കാണാനില്ല. ഈ പെണ്ണിനെ കാണാനില്ല. ഇപ്പം ഭയങ്കര നിലവിളി. അയ്യോ എൻ്റെ വൈഫിനെ കാണുന്നില്ല, എവിടെ പോയി, കഹാമേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മിനുട്ടി എവിടെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഈ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ അടിയിൽ അവൻ 4 തവണ നോക്കിയ പെണ്ണിനെ. അപ്പോൾ അത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിഷമമായി. എനിക്കും അങ്ങ് ഭയങ്കര വിഷമം തോന്നി ഇവനോട്, ഈ അമരീഷ് പുരിയോട് എനിക്കും അങ്ങ് വിഷമം തോന്നി. ഞാനും ഇങ്ങനെ നോക്കി, ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. ട്രെയിൻ വിടാനുള്ള സമയമായി. കാരണം ഇവൻ്റെ പെണ്ണുമ്പിള്ള കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ട്രെയിൻ അവിടെ ഇട്ടത്തില്ല, ഇന്ത്യൻ ട്രെയിനിൽ അവിടെ പിടിച്ചിടത്തില്ലല്ലോ, അത് വിട്ടു പോകും. അപ്പോൾ ഇവൻ അവിടെ ഇറങ്ങി, ഇവൻ ഇറങ്ങാൻ നേരത്ത് ഇവൻ്റെ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ തറയിൽ വീഴുന്നു, മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നു. എനിക്കൊന്ന് ഹിന്ദി അറിയാത്ത പെണ്ണാന്ന് തോന്നുന്നു. സോറി, എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ പോവുകയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അമ്മാൻ്റെ മകനാണെന്നുള്ള ഒരു പരിഗണനയാണ് നിങ്ങൾക്ക് തന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമേ അല്ലായിരുന്നു. എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ കാമുകനോടൊപ്പം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇതുണ്ടോ ഇത് വെച്ചേക്കുന്നുണ്ടോ, എനിക്ക് മലയാളം അറിയത്തില്ലെന്ന് പറയാമെന്ന് ചോദിച്ചു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഇത് നിലവിളിച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ട്രെയിൻ മുന്നോട്ടും പോയി. അങ്ങനെ ഞാൻ നാസിക്കിൽ ചെന്നിറങ്ങി. 2 ദിവസം കഴിഞ്ഞ് പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ അച്ചാറും ഒക്കെ കൊണ്ടു കൊടുക്കാൻ പോവുക. പ്രകാശ് ചേട്ടൻ്റെ വീട്ടിൽ അച്ചാർ കൊണ്ട് കൊടുക്കാൻ ചെന്നപ്പോൾ പ്രകാശ് ചേട്ടനും ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ഗൗരവം. കാരണം ഞാൻ അച്ചാറും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ചിരിച്ച് കാണിക്കണ്ട. ഇപ്പം രമേശ് ചേട്ടൻ ഞാൻ ഒരു സാധനം കൊടുത്ത് തരുമ്പം ചിരിക്കത്തില്ലേ, ഭയങ്കര സന്തോഷം, കയറി പാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷില്ലേ, അങ്ങനെ ചോദിക്കത്തില്ലേ? രാജചേട്ടൻ അന്നേരം അങ്ങനെ ചോദിച്ചില്ലേ എവിടെയെങ്കിലും ചെന്നിട്ട്? അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പ്രകാശ് ചേട്ടനും ചേച്ചിയും ഗൗരവത്തിൽ ഇരിക്കുക.